സ്ഥിരമായി KSRTC ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഞാൻ ജോലിക്ക് വരുന്നതും പോകുന്നതും ചിലപ്പോൾ KSRTC ബസ്സിലായിരിക്കും, ചിലപ്പോൾ പ്രൈവറ്റ് ബസ്സിലായിരിക്കും. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, പ്രൈവറ്റ് ബസ് അമിത വേഗമാണ്, അമിത വേഗതയിലാണ് പോകുന്നത്, പിന്നെ ജീവൻ കയ്യിൽ പിടിച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അതിൻ്റെ അകത്തുള്ളവരൊക്കെ നമ്മളോട് പെരുമാറുന്ന രീതി. പക്ഷേ എൻ്റെ എനിക്ക് തോന്നുന്നു 2-3 വർഷത്തെ യാത്രകളിൽ ഞാൻ എപ്പോഴും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രൈവറ്റ് ബസ്സുകാരാണ്. അവർ പല അപകടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുമ്പോൾ പലരും ഇതിൻ്റെ അടിയിൽ വന്ന് ചോറ് ചെയ്യുന്ന തരത്തിലുള്ള കമൻറ്റുകളിടും. വേണമെങ്കിൽ പറയും പ്രൈവറ്റ് ബസ്സുകാർ എനിക്ക് പൈസ തന്നിട്ടാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് പറയുന്നതാണ്. അതൊന്നും പുച്ഛത്തോടെ ആദ്യമേ തള്ളിക്കളയുന്നു, എന്നിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു അനുഭവം അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പലപ്പോഴും നമുക്കിപ്പോൾ കൃത്യസമയത്ത് എത്താവുന്ന സ്ഥലങ്ങളിൽ അവർ പിന്നെ പരമാവധി വേഗതയിൽ പല ആളുകളും പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ്. എഴഞ്ഞ് പോകാതെ നമുക്ക് അത്യാവശ്യ സ്പീഡിൽ ഇപ്പോൾ 1-1.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്തൊക്കെ ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ കൊണ്ട് അവരെത്തിക്കുന്നത് അത് നമുക്കും കൂടി ഒരു പ്രയോജനമാണ്. അത് അപകടം ഉണ്ടാവാതെ, അത് മാത്രമല്ല സീറ്റ് പിന്നെ ഈ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അമ്മയൊക്കെ ആയിട്ട് കൊണ്ടുപോകുക. പല KSRTC ബസ്സുകളിലും ഒന്ന് എണീച്ചു കൊടുക്കാൻ പോലും കണ്ടക്ടർമാർ പറയില്ല. പക്ഷെ ഇവിടെ കൃത്യമായി കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മമാർ കയറികൾ എണീച്ചു കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളിലും പ്രൈവറ്റ് ബസ്സുകാർ KSRTCക്കാളും മുന്നിൽ തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ KSRTCയുടെ തന്ത എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. മന്ത്രി ഗണേഷ് കുമാർ കേൾക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം സാധാരണ യൂട്യൂബ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ ചാനലുകളെ കൊണ്ട് നടക്കുന്ന മനുഷ്യനായതുകൊണ്ട് അതോടെ യൂട്യൂബ് വീഡിയോസ് കാണുമോ എന്നറിയില്ല. കാണുകയാണെങ്കിൽ താങ്കൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ താങ്കൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു. എനിക്കുണ്ടായ അനുഭവം പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം. ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. KSRTC ബസ് ഡ്രൈവർ ചെയ്ത ഒരു ചെറ്റത്തരം. അതായത് ഈ പിന്നെ ഈ പല ഹോൺ അടിച്ചു, ഡാഷ്ബോർഡിൽ കാലിക്കുപ്പി വെള്ളം കുടിച്ചിട്ട് കുപ്പിയിട്ടു, ബസ് കൃത്യമായി സൂക്ഷിക്കുന്നില്ല, രാവിലെ വന്ന് ഡ്രൈവർമാർ ബസ് അടിച്ചു വാരി വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്ന ഗണേഷ് കുമാർ ബസ്സിൽ നടക്കുന്ന പല സംഭവങ്ങളും നിങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. KSRTC ബസ്സിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ലൈംഗികപരമായ കാര്യങ്ങൾ നടക്കുന്നത് KSRTC ബസ്സിലാണ്. KSRTC ബസ്സിന്റെ ഒരു മൂലയിൽ വന്നിരുന്നിട്ട് ഓരോരുത്തന്മാര് പിന്നെ കഴപ്പ് തീർക്കുന്നത്, സ്വയംഭോഗം ചെയ്യുന്നത് KSRTC ബസ്സിലാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റേ പ്രൈവറ്റ് ബസ്സിലൊക്കെ ആണെങ്കിൽ അവന്മാര് അവിടുത്തെ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ അടിച്ചടിച്ച് ഇവന്റെയൊക്കെ പദം വരുന്നത്. പക്ഷെ KSRTC ബസ്സില് അത് പോട്ടെ, വിട്ടേക്ക്, പ്രശ്നം ഉണ്ടാക്കണ്ട, ഇങ്ങനെയാണ് പല കണ്ടക്ടർമാരും പറയുന്നത്. അപ്പോൾ ഇതിപ്പോ പാലായിലെ അതിന്റെ വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് കാഞ്ഞിരമറ്റത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോയ 13/10/2025 ഒരു കല്യാണ യാത്രയ്ക്ക് പോയ ഒരു കാറ്, ആ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു. ഫ്രണ്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്, ബാക്കിൽ ഒരു KSRTC ബസ്സുണ്ട്. ഈ KSRTC ബസ് അമിത വേഗതയിലാണ് വരുന്നത്. ആ KSRTC ബസ്സിന്റെ നമ്പർ കൂടെ പറഞ്ഞു പോകാം. കാരണം അതിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, ഈ ബസ്സിലെ ഡ്രൈവറെ കാണുന്നുണ്ടെങ്കിൽ അയാളോട് പറയണം ഇത് റോഡ് അയാളുടെ തന്തയുടെ വകയല്ല എന്ന് പറയണം എന്നുള്ളത്. അതായത് 56 58 ഡൗട്ട് ഉണ്ട്. 58 AL 1583 58 എന്നാണ് തോന്നുന്നത്. പാല ബസ്സാണ്, പാലയിൽ ബസ്സാണ്. ബസ്സിന്റെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നുണ്ട്. പൊൻകുന്നം ബസ് RNA 185 ഇതാണ് പേര്, ബസ്സിന്റെ നമ്പർ. അപ്പോ ഇതിലെ ഈ KSRTC ബസ് അമിത വേഗത്തിൽ വരുന്നു. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സിനെയും മറികടന്ന് അമിത വേഗത്തിൽ പോകുമ്പോൾ ഡ്രൈവറുടെ കയ്യിലിരിക്കുന്ന വെള്ളക്കുപ്പി ഇപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന കാറുകാരുടെ ദേഹത്തേക്ക് ഒഴിച്ചിട്ടാണ് ഈ ഡ്രൈവർ പോകുന്നത്. എന്തിനാണ് ഇയാൾ അങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശകരമായ രീതിയിലാണ് പല കണ്ടക്ടർമാരും പല ഡ്രൈവർമാരും KSRTCയിൽ കാണിക്കുന്നത്. ഇവർ നല്ല ആളുകളുണ്ട്. പക്ഷേ ചില കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും കയ്യിലിരിപ്പ് കാരണം KSRTC ബസ്സിൽ പോലും കയറാൻ ആളുകൾ മടിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നല്ല തിരക്കുള്ള KSRTC ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര ഒതുങ്ങി നിൽക്കാൻ ശ്രമിച്ചാലും, എത്ര നമ്മൾ പിന്നെ ഈ തിരക്കിന്റെ ഇടയിലോട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചാലും, ചില കണ്ടക്ടർമാരുടെ സൂക്കേടെന്ന് പറയുന്നത് സ്ത്രീകളുടെ ശരീരത്തിലൂടെ അവരുടെ ശരീരം ഒരച്ചോണ്ട് പോകണം, ഇടിച്ചൊരച്ചോണ്ട് പോകണം. എത്ര സ്ഥലം കടന്നാലും അവർക്ക് പിന്നെ ഈ തിരക്കിൽ നിൽക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഇടിച്ചൊരച്ചോണ്ട് പോകണം. ഇതാണ് ഇവന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ
ഈ കണ്ടക്ടറുടെ ഡ്രൈവറുടെ വിചാരം കണ്ട ബസ്സിനകത്തിരിക്കുന്ന യാത്രക്കാരെല്ലാം ഫ്രീ ആയിട്ട് ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്തിൽ നമ്മളെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നത് പോലെയാണ് ഈ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ പലപ്പോഴും വിചാരിക്കുന്നത്. ഈ ഒരു ഞാൻ സ്ഥിരം പോകുന്ന ഒരു ബസ്സുണ്ട്. ആ ബസ് ഹോൺ അടിക്കുന്നതാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ മുഴുവൻ, അതിന്റെ ഹോൺ എന്ന് പറയുന്നത് സാധാരണ ഹോണല്ല, ചെവി അടിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ഹോണാണ് അതിൽ വച്ചേക്കുന്നത്. ഈ ബസ്സിന്റെ ഹോണടി കേട്ട് പല അമ്മൂമ്മമാരും പുറകിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ചില കണ്ടക്ടർമാർ ചോദിക്കുന്നത്, ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ചില ഡോറുകളൊന്നും ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങത്തില്ല, അല്ലെങ്കിൽ മുകളിലേക്ക് തുറന്നാലും തുറക്കാൻ കഴിയില്ല, അങ്ങനത്തെ ചില ഡോറുകളൊക്കെ ഉണ്ട്. KSRTCക്ക് മാത്രം സ്വന്തമായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് തുറന്നു തരാൻ പറഞ്ഞാൽ ഇതിനെ ഇടിച്ച് പൊട്ടിക്കോ, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് യാത്രക്കാരോടങ്ങ് വളരെ രൂക്ഷമായി, വളരെ എന്താ പറയുക, അരഗന്റായൊക്കെ പെരുമാറുന്ന കുറെ കണ്ടക്ടർമാരുണ്ട്. സത്യത്തിൽ ഇവരെ പോലുള്ളവരാണ് KSRTC നശിപ്പിക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യാത്രക്കാരാണ് KSRTCയുടെ നെടുംതൂണെന്ന് പറയുന്നത് യാത്രക്കാരാണ്. അപ്പൊ ഈ എല്ലായിടത്തും ഫാസ്റ്റ് ബസ് ആണെങ്കിലും പിന്നെ എന്താ പറയുക, ഓർഡിനറി ബസ്സുകളാണെങ്കിലും ഒക്കെ എല്ലാ സ്റ്റോപ്പിലും നിർത്തണമെന്നാണ് ഗണേഷ് കുമാറിന്റെ പുതിയ നിയമം. പക്ഷേ മന്ത്രിക്ക് പുല്ല് വിലയാണ് ഈ ബസ്സിലെ കണ്ടക്ടർമാർ നൽകുന്നത്. മന്ത്രി ഇടയ്ക്കൊക്കെ ഈ ചാനലുകളെ വിളിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ പല റൂട്ടുകളിലും ഒന്ന് സഞ്ചരിക്കണം. ഒരു സ്ഥലത്ത് കൈ കാണിച്ചാൽ അത് പോട്ടെ, ചെറുപ്പക്കാരാണെങ്കിൽ പോട്ടെ, അവർക്ക് കുറച്ചുകൂടി നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി നിൽക്കാം. വയസ്സായ പ്രായമായ ആളുകളില്ലേ, കൊച്ചു കുട്ടികളെ വെച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്, ഇവന്മാര് നിർത്തി കൊടുക്കില്ല. ഇവന്മാര് അവിടെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് കയറി ഇരുന്ന് ഊഞ്ഞാലാടും. അതാണ് ഈ KSRTCയിലെ ഡ്രൈവർമാർ കാണിക്കുക. നല്ലവരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പൊ രാത്രിയൊക്കെ പലപ്പോഴും കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പൊ രാത്രിയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സ്റ്റോപ്പിൽ സ്ഥലമില്ല, സ്റ്റോപ്പൊക്കെ എത്താറാവുമ്പോഴത്തേക്ക് കണ്ടക്ടർ നമ്മളോട് ചോദിക്കാറുണ്ട്. ഏകദേശം 12 വരുമ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ് കയറുന്നത്. KSRTC ബസ് എന്ന് പറയുമ്പോൾ 6-7 മണിക്കൂർ കഴിയുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് ഒന്ന് എത്തുന്നത്. അതുകൊണ്ടാണ് പലരും ബസ്സിനെ ആശ്രയിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഒരു 4 മണിക്ക് കയറി 5, 6, 7, 8, 9, 10, 11:30, 12 മണിയാവും. ചില ബസ് 12:30 കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ എപ്പോഴും KSRTC ബസ് ഒരു സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രെയിനിനെക്കാളും കുറച്ചുകൂടെ സേഫ് എനിക്ക് KSRTC ബസ്സാണെന്നാണ് പലപ്പോഴും എൻ്റെ ഇതിൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ. അതുകൊണ്ട് ഞാൻ എത്ര മണിക്കൂർ എടുത്താലും ബസ്സിൽ തന്നെ പോകാൻ മാക്സിമം നോക്കും. അങ്ങനെ പോകുമ്പോൾ നല്ല കണ്ടക്ടർമാരാണെങ്കിൽ, അതായത് ഉത്തരവാദിത്വമുള്ള കണ്ടക്ടർമാരാണെങ്കിൽ ചോദിക്കും, വീട്ടിൽ നിന്ന് വിളിക്കാൻ ആരെങ്കിലും വരാനുണ്ടോ, വരുമോ, ഇല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഈ റൂമിന്റെ അവിടെ കയറി വരുന്നത് വരെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ ഉത്തരവാദിത്വത്തോടെ നമ്മളോട് ബസ്സിൽ ഇറങ്ങുന്ന സ്ത്രീകളോടൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് കണ്ടക്ടർമാരുണ്ട്. അവർ തന്നെയാണ് ഒരു വിഭാഗം കണ്ടക്ടർമാരും ഡ്രൈവർമാരും തന്നെയാണ് ഈ KSRTCയുടെ ഗുണമെന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറയുമല്ലോ, കുറെ എണ്ണം പുഴിക്കുത്തുകൾ ഉണ്ടാകും, ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് തന്നെ ഇല്ലാതാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് KSRTCയിൽ കുറെ എണ്ണം ഉണ്ട്. പിന്നെ KSRTCയെ തകർത്ത് തരിപ്പണമാക്കാൻ ഗണേഷ് മന്ത്രിക്ക് അല്പസമയം കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള പുഴിക്കുത്തുകളെ പരമാവധി ആ ഡ്രൈവർ സ്ഥാനത്ത് നിന്ന് മാറ്റി വല്ല ഓഫീസിലോ വല്ല പിടിച്ചിരുത്തുന്നതാണ് നല്ലത്. മാന്യമായി ജനങ്ങളോട് സംസാരിക്കുന്ന, ഇടപഴകുന്ന, പെരുമാറുന്ന ആളുകളെ ബസ്സിൽ കണ്ടക്ടറാക്കിയാൽ, KSRTCകളിൽ കണ്ടക്ടർമാരാക്കിയാൽ തീർച്ചയായിട്ടും ആളുകളുടെ എണ്ണം, യാത്രക്കാരുടെ എണ്ണം നിങ്ങൾക്ക് കൂടുകയുള്ളൂ. അതുവഴി വരുമാനം ഉണ്ടാകുകയുള്ളൂ. ഇവന്മാരെ പോലുള്ളത് ഒരു ബസ്സിൽ നമ്മൾക്ക് മോശം അനുഭവം ഉണ്ടായാൽ പിന്നെ നമ്മൾ ജീവിതത്തിൽ ആ ബസ്സിൽ കയറില്ല. ഇപ്പൊ ടിക്കറ്റ് എടുക്കേണ്ട പേരിൽ സ്ത്രീകളുടെ പുറത്തു വന്നെങ്കിൽ കമന്ന് കിടക്കുകയാണ്. അതായത് ഈ പുറകുവശം വെച്ചിട്ട് നമ്മളെ ഫ്രണ്ടിലത്തെ സീറ്റിലോ അല്ലെങ്കിൽ ബാക്കിലത്തെ സീറ്റിലോ അറ്റത്തെ സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ തിരിഞ്ഞു നിന്നിട്ടാണ് കണ്ടക്ടർ പലരിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുന്നത്. ഈ വാങ്ങുമ്പോൾ പുറകിലിരിക്കുന്ന സ്ത്രീയാണ് എന്നുള്ളൊരു ഇതെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ പുരുഷനാവട്ടെ ആരോ ആവട്ടെ, ഈ പുറകം വച്ച് ഇങ്ങനെ വന്ന് പിന്നെ നമ്മുടെ പുറത്തേക്ക് ഈ പുറകം കാണിക്കുന്ന ചന്തി മുഴുവൻ സ്ത്രീയുടെ പുറത്തേക്ക് വെച്ചിട്ടാണ് ടിക്കറ്റ് വാങ്ങുന്നത്. നമ്മൾ കുറേ നേരം തട്ടിയും മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞാൽ പോലും ഇയാളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതുപോലെയാണ്. പലരുടെയും പേരുകൾ അറിയാം, പെരുമാറുന്ന പലരെയും കുറിച്ച് പലരുടെ പിന്നെ എന്താ പറയുക, ഇത്തരത്തിൽ കാണിക്കുന്നവരുടെയൊക്കെ ഫോട്ടോസ് അടക്കം വീഡിയോസ് അടക്കം ഫോണിലുണ്ട്. പക്ഷെ പുറത്തുവിടാത്തത് അവർക്കൊരു കുടുംബമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ഇത് കുറേ നാൾ കൊണ്ട് പറയണമെന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ച കാര്യങ്ങളാണ്. പക്ഷേ
ഓരോ ദിവസം KSRTC ബസ്സിൽ കയറും തോറും നമുക്ക് മാത്രമല്ല പലർക്കും ഈ അടുത്ത സമയത്ത് ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇത്രയും അഹങ്കാരം പിടിച്ച ഒരു ഡ്രൈവറുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല KSRTC. അയാള് വാശിക്ക് വണ്ടി ഓടിക്കും പോലെയാണ്. ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്ന കാറിൽ കൊണ്ടുവന്ന് ഒരൊറ്റ ഇടി, എന്നിട്ട് ഇടിച്ചു എന്ന് പറയുമ്പോൾ പോലും അയാൾ ഒരു പുച്ഛത്തോടെ വീണ്ടും ഇടിക്കുകയാണ്. അത്ര അഹങ്കാരമാണ്. കാരണം ഞങ്ങളോട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല എന്നുള്ള രീതിയിലാണ്. ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ മന്ത്രിക്ക് കഴിവില്ലെങ്കിൽ പ്ലീസ്, ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാനുള്ളതിനപ്പുറം ഇവരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ മന്ത്രിക്ക് കഴിവില്ലെങ്കിൽ മന്ത്രി ആ സ്ഥാനം രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത്. വല്ല നട്ടലുള്ളവരും വന്ന് ആ സ്ഥാനം ഏറ്റെടുക്കട്ടെ.